ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കൽച്ചട്ടി ഇല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഒരു പാനിലായാലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മോരിനകത്ത് പുളിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കാരണം മാങ്ങയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം മുളക് പൊടിയൊന്നും ഇടണ്ട, പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അധികം കളർ വേണ്ട, നമുക്ക് ഒരു യെല്ലോ കളറാണല്ലോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അരപ്പിലും വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അരപ്പ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയുടെ 2 അല്ലിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് അരപ്പ്. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് മാങ്ങയിൽ പിടിച്ച് നല്ലോണം അതൊന്ന് തിളച്ച് റെഡിയായിട്ട് വരണം. അങ്ങനെ നമ്മുടെ അരപ്പ് തിളച്ച് റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ജാറിലിട്ട് മോരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഒഴിക്കാം. ഞങ്ങളിവിടെ അടിച്ചാണ് ഒഴിക്കുന്നത്. അപ്പം ഞാൻ ആ മോരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അധികം തിളച്ച് പോവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം പാകത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും ഒക്കെ കൂടി ഇട്ടാലേ മാങ്ങക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് നല്ലോണം പൊട്ടട്ടെ. എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം കരിയണ്ട, അതിന് മുമ്പേ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും ജസ്റ്റ് ഒന്നായാൽ മതി, അധികം കരിഞ്ഞു പോകരുത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയുടെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാകമായി കഴിയും. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മിക്സായി കൊടുക്കാം. വേപ്പിലയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോവട്ടെ, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് മിക്സ് ആവട്ടെ. ഒരു ബ്രൗൺ കളറായി വരട്ടെ മുളകൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളകൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോര് കറി നല്ല കുറുകി സെറ്റായിട്ടിരിക്കുമായിരുന്നു. അതിലേക്ക് നമ്മുടെ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് ഈ മോര് കറി പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് അധികം മാങ്ങയൊന്നുമില്ല, ഒരു 3 മാങ്ങയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉണ്ടാക്കിയ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി, നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ട, നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.